മൈക്രോ ഇക്കണോമിക്സിലെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ സെക്കൻഡ് പാർട്ട് ആണ് ഡിമാൻഡ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എക്സാമിന് വരാറുണ്ട്. നമുക്ക് ആദ്യം ഡിമാൻഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാട്ട് ഈസ് ഡിമാൻഡ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് മീൻസ് ദ ഡിസയർ ബാക്ക്ഡ് അപ്പ് ബൈ ദ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമോഡിറ്റി. അതായത് നമ്മളൊരു കമ്മോഡിറ്റി ഒരു പൈസ കൊടുത്ത് വാങ്ങാനായിട്ട് ഒരാൾ എത്രത്തോളം വില്ലിംഗ് ആകുന്നുണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ ഒരു ഫ്രൂട്ട്സ് കടയിൽ പോയിട്ട് ഒരു ഫ്രൂട്ട് ഷോപ്പിൽ പോയിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ട്. അതിൽ നമുക്ക് ആപ്പിൾ വാങ്ങാനാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ ആപ്പിൾ വാങ്ങും അല്ലേ. അപ്പൊ അവിടുത്തെ അയാളുടെ അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമറിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആ ആപ്പിളിനാണെന്ന് പറയാം. അതിപ്പോൾ എല്ലാ കേസുകളിലും ആ ആപ്പിൾ തന്നെയാണ് ഡിമാൻഡ് എന്ന് പറയാൻ പറ്റില്ല. ചില ആളുകൾ ചിലപ്പോൾ ആപ്പിൾ വാങ്ങുന്നതിന് പകരം ഗ്രേപ്സ് വാങ്ങാം, അല്ലെങ്കിൽ ഓറഞ്ച് വാങ്ങാം അല്ലെ. അപ്പൊ ഇവിടെ പറയുന്നത് ഡിമാൻഡ് മീൻസ് എന്താ? ഡിസയർ ബാക്ക്ഡ് അപ്പ് ബൈ ദ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ കമോഡിറ്റി. ഒരു കമോഡിറ്റി എന്താണ് പേ ചെയ്തുകൊണ്ട്, അതായത് പൈസ കൊടുത്തുകൊണ്ട് എത്രത്തോളം ആ സാധനം വാങ്ങാൻ വില്ലിംഗ് ആകുന്നുണ്ട്, അതിനെയാണ് ഡിമാൻഡ് എന്ന് പറയുക. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി. എന്താണ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്ന് പറഞ്ഞാൽ? ഇറ്റ് മീൻസ് ദ quantity of a good that a consumer is willing to buy in a market at a particular price at a particular time. ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക വിലയിൽ മാർക്കറ്റിൽ നിന്നും ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് എത്ര അളവിലാണോ സാധനങ്ങൾ വാങ്ങാനായിട്ട് റെഡി ആകുന്നത്, വില്ലിംഗ് ആകുന്നത്, അതിനെയാണ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്ന് പറയാം. ഇപ്പൊ ഒരു കടയിൽ പോയിട്ട് നമ്മൾ ഒരു 5 കിലോ ആപ്പിൾ വാങ്ങുകയാണെങ്കിൽ 5 കിലോ എന്ന് പറയുന്നതാണ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി. അതായത് ഒരു പ്രത്യേക ടൈമിൽ, ഒരു പർട്ടിക്കുലർ ടൈമിൽ, ഒരു പർട്ടിക്കുലർ പ്രൈസിൽ നമ്മൾ മാർക്കറ്റിൽ നിന്നും ഒരു കൺസ്യൂമർ വാങ്ങുന്ന സാധനങ്ങൾ വാങ്ങാനായിട്ട് എത്രത്തോളം അളവിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് വില്ലിംഗ് ആകുന്നുണ്ട്, അതിനെയാണ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി എന്ന് പറയാം. നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പോവാം, ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. എന്താണ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്? ഇവിടെ ഒന്നുമില്ല മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിമാൻഡ് ഫോർ എ കമോഡിറ്റിയിലെ അവിടെ ഒരു കൺസ്യൂമർ ആയിരുന്നു അല്ലെ. ഇവിടെ ഒരു ഹൗസ് ഹോൾഡ്, ഒരു കുടുംബം ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ എത്രത്തോളം അളവിലാണോ സാധനങ്ങൾ വാങ്ങാൻ തയ്യാറാകുന്നത്, അതിനെയാണ് ഹൗസ് ഹോൾഡ് ഡിമാൻഡ്. ഒരു കുടുംബമാണെങ്കിൽ, ഒരു ഹൗസ് ഹോൾഡ് ആണെങ്കിൽ അത് ഹൗസ് ഹോൾഡ് ഡിമാൻഡും, ഒരു കൺസ്യൂമർ അല്ലെങ്കിൽ കസ്റ്റമർ ആണെങ്കിൽ അത് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റിയുമാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ് ഫോർ എ കമോഡിറ്റി? ഒരു സാധനത്തിന്റെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒരു കമോഡിറ്റിയുടെ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനൻസ് ഓഫ് ഡിമാൻഡ് എന്ന് ചോദിച്ചാലും സെയിം ആൻസർ തന്നെയാണ്. നമുക്കറിയാം ഏതൊരു സാധനത്തിന്റെയും ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ് അതിന്റെ പ്രൈസ് അല്ലെ. നമുക്കറിയാം വില കുറഞ്ഞാൽ ആളുകൾ കൂടുതൽ സാധനങ്ങൾ മേടിക്കാം, വില കൂടുതലാണെങ്കിൽ കുറച്ചേ വാങ്ങുള്ളൂ. അപ്പൊ ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ് അതിന് സ്വന്തം വില, ഓൺ പ്രൈസ്. എന്താണ് ഓൺ പ്രൈസിൽ പറയുന്നത്? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ആൻഡ് ദ ഡിമാൻഡ് ഈസ് നെഗറ്റീവ്. ഏതൊരു സാധനത്തിന്റെയും വിലയും ഡിമാൻഡും തമ്മിൽ എപ്പോഴും നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതൊരു സാധനത്തിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതാണ് ഓൺ പ്രൈസ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് വേറെ ഇതിൽ പറയാം, അതർ തിങ്സ് ബീങ് ഈക്വൽ, ഇഫ് ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഇൻക്രീസസ് then the quantity demand decreases and vice versa. അതായത് മറ്റുള്ള ഘടകങ്ങൾ സ്ഥിരമായിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ആപ്പിൾ മാത്രമേ ഇഷ്ടമുള്ളൂ, അപ്പൊ എന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആപ്പിളിനോടാണ്. അപ്പൊ ആപ്പിളിന് എത്ര വില കൂടിയാലും ഞാൻ അത് വാങ്ങും അല്ലെ. അപ്പൊ അവിടെ നമുക്ക് ഒരിക്കലും എന്ത് പറയാൻ പറ്റില്ല, പ്രൈസ് പറയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ വില കൂടിയാലും ഞാൻ അത് വാങ്ങും. കാരണം എന്തുകൊണ്ടാ? എന്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എനിക്ക് ആപ്പിളിനോടാണ്. അപ്പൊ മറ്റുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യരുത്. അല്ലാത്ത കേസുകളിൽ നോർമൽ സിറ്റുവേഷനിൽ ഏതൊരു സാധനത്തിന്റെയും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും അല്ലെ. അപ്പോ ഏതൊരു സാധനത്തിന്റെയും ഡിമാൻഡിനെ എഫക്ട് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അതിന്റെ സ്വന്തം വില, ഓൺ പ്രൈസ്. അപ്പൊ ഡിമാൻഡ് എഫക്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫാക്ടറാണ് ഓൺ പ്രൈസ്. രണ്ടാമത്തെ ഫാക്ടറിലോട്ട് പോകാം, പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ്. മകളെ ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൽ നിന്ന് ചിലപ്പോൾ ഒരു 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരാം. അതായത് അതർ റിലേറ്റഡ് ഗുഡ്സ് അല്ലെങ്കിൽ റിലേറ്റഡ് ഗുഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. Related goods can be classified into two: substitute goods and complementary goods. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ? സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിസ്ഥാപന, അതായത് പകരം വെക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പ്രതിസ്ഥാപന വസ്തുക്കൾ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. അതായത് ഒരേ സാറ്റിസ്ഫാക്ഷൻ തരുന്ന രണ്ട് സാധനങ്ങളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയാം. എക്കണോമിക്സിൽ അതിന് ആ ഒരു ഒറ്റ എക്സാമ്പിളെ കൃത്യമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുള്ളൂ. ദാറ്റ് ഈസ് ടീ ആൻഡ് കോഫി. അതായത് ചായയും കാപ്പിയും. നമുക്കറിയാം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചില ആളുകൾ ചായ കുടിക്കും, ചില ആളുകൾ കാപ്പി കുടിക്കും. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ സാറ്റിസ്ഫാക്ഷൻ അതാണ് അല്ലെ. അപ്പൊ പക്ഷെ ചായ കുടിച്ചാലും കാപ്പി കുടിച്ചാലും ഒരേ സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടാന്നാണ് എക്കണോമിക്സിൽ പറയുന്നത്. അങ്ങനെ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന രണ്ട് സാധനങ്ങളെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയുക. അവ തമ്മിലൊരു ബന്ധമുണ്ട്. when price increase demand increases, when price decrease demand decreases. അതായത്
ചായ കാപ്പി എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എടുക്കുകയാണെങ്കിൽ ഒന്നിന്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കൂടുന്നതാണ് പറയുന്നത്. അതുപോലെ ഒന്നിന്റെ പ്രൈസ് കുറയുമ്പോഴോ മറ്റേതിന്റെ ഡിമാൻഡ് കുറയും. അതായത് പ്രൈസും ഡിമാൻഡും തമ്മിൽ എപ്പോഴും പോസിറ്റീവ് റിലേഷൻ ആയിട്ടുള്ള സാധനങ്ങളാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ ചായയുടെ വില കൂടി, അപ്പൊ ടീയുടെ പ്രൈസ് കൂടി. അപ്പൊ ചായയുടെ വില കൂടാ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? കോഫിക്ക് വില കുറവാന്നല്ലേ അർത്ഥം. അപ്പൊ ആളുകൾ കോഫിയല്ലേ മേടിക്കുക, അപ്പൊ കോഫിയുടെ ഡിമാൻഡ് കൂടും. ക്ലിയർ അല്ലേ? അപ്പൊ പ്രൈസ്, അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കൂടാം, അല്ലെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കുറയാം. അത്തരം സാധനങ്ങളെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയാം. നെക്സ്റ്റ് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്, പൂരക വസ്തുക്കൾ. കോംപ്ലിമെന്ററി ഗുഡ്സ് തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പെൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ ഇങ്ക് വേണം, ഇങ്ക് ഇല്ലാതെ എനിക്ക് ഒരിക്കലും പെൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ജോയിന്റ്ലി യൂസ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് കോംപ്ലിമെന്ററി ഗുഡ് എന്ന് പറയാം. വണ്ടി ഓടിക്കണമെങ്കിൽ നമുക്ക് അതിനകത്ത് പെട്രോൾ വേണം, പെട്രോൾ വണ്ടിയാണെങ്കിൽ കേട്ടോ. അപ്പൊ പെട്രോൾ വെഹിക്കിൾസിലാണെങ്കിൽ പെട്രോൾ ആൻഡ് വെഹിക്കിൾസ്, ഇങ്ക് ആൻഡ് പെന്ന്, അതുപോലെ തന്നെ ബ്രെഡ് ആൻഡ് ജാം എന്നൊക്കെ പറയുന്ന ഒരു കോംപ്ലിമെന്ററി ഗുഡാണ്. അത് ഒരുമിച്ചാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക. അപ്പൊ അവ തമ്മിലൊരു റിലേഷൻ ഉണ്ടല്ലോ. യെസ്, നമുക്കറിയാം പെട്രോളിന്റെ വില കൂടുമ്പോൾ, പെട്രോളിന്റെ പ്രൈസ് കൂടുമ്പോൾ വാഹനങ്ങളുടെ ഡിമാൻഡ് കുറയും അല്ലെ. അപ്പൊ അവ തമ്മിലുള്ള റിലേഷൻ എന്താ? നെഗറ്റീവാ. ഒന്നിന്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റേതിന്റെ ഡിമാൻഡ് കുറയും, ഒന്നിന്റെ പ്രൈസ് കുറയുമ്പോഴോ മറ്റേതിന്റെ ഡിമാൻഡ് കൂടും. അങ്ങനെ പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പിലുള്ള സാധനങ്ങളെയാണ് കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറയാം. ഇതാണ് രണ്ടാമത്തെ ഫാക്ടർ. എക്സാമ്പിൾ പഠിച്ചു വെക്കാട്ടോ, ചിലപ്പോൾ എക്സാമ്പിൾ അതിന്റെ ഗ്രൂപ്പ് ചെയ്യാനൊക്കെ ചോദിക്കും. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡും കോംപ്ലിമെന്ററി ഗുഡും. നെക്സ്റ്റ് മൂന്നാമത്തെ ഫാക്ടർ ആണ് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. ഒരു ഉപഭോക്താവിന്റെ കയ്യിലുള്ള വരുമാനം. ഇൻകത്തിന്റെ ബേസിൽ നമുക്ക് ഗുഡ്സിനെ രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? നോർമൽ ഗുഡ്സ് ഉണ്ട്, ഇൻഫീരിയർ ഗുഡ്സ് ഉണ്ട്. നോർമൽ ഗുഡ്സ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടാ, അതേപോലെ ഇൻകം കുറയുമ്പോഴോ ഡിമാൻഡ് കുറയുക. അതായത് ഇൻകവും ഡിമാൻഡും തമ്മിൽ പോസിറ്റീവ് റിലേഷനിലുള്ള ഡിമാൻഡ് ഗുഡ്സിനെയാണ് നമ്മൾ നോർമൽ ഗുഡ് എന്ന് പറയാം മക്കളെ. അത് ഇൻകവും ഡിമാൻഡ് ആണ്, ഒരിക്കലും പ്രൈസ് അല്ല കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഏതൊക്കെ? നോർമൽ ഗുഡ്സും ഇൻഫീരിയർ ഗുഡ്സും. നോർമൽ ഗുഡ് എന്ന് പറഞ്ഞാൽ രണ്ടും പോസിറ്റീവ് റിലേഷനാണ്. ഇൻകവും ഡിമാൻഡും പോസിറ്റീവ് ആണ്. ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കൂടാ, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കുറയുക. പക്ഷെ ഇൻഫീരിയർ ഗുഡ് അങ്ങനെയല്ല. ഇൻകവും ഡിമാൻഡും തമ്മിൽ എന്താ? നെഗറ്റീവ് റിലേഷൻ ആണ്. അതായത് ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുക, ഇൻകം കുറയുമ്പോൾ ഡിമാൻഡ് കൂടുക. എക്സാമ്പിൾ, ഇൻഫീരിയർ എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ തരം താഴ്ന്ന സാധനങ്ങൾ എന്നാണ് അർത്ഥം. അതായത് ലോ ക്വാളിറ്റിയുള്ള സാധനം. ഇപ്പൊ നമുക്ക് ഫുട്പാത്തിലൊക്കെ കിട്ടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ഇൻഫീരിയർ ഗുഡാണ്. അപ്പൊ നമുക്ക് വരുമാനം കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫുട്പാത്തിലെ ഡ്രസ്സുകളായിരിക്കും നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുക അല്ലെ. കാരണം നമുക്ക് നമ്മുടെ വരുമാനം ഉപയോഗിച്ച് നമുക്ക് വാങ്ങാൻ കഴിയുന്ന സാധനങ്ങളാണ് അല്ലെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇൻകം കുറയുമ്പോൾ, ഇൻകം വരുമാനം കുറവാണെങ്കിൽ ഫുട്പാത്തിലെ ലോ ക്വാളിറ്റി ഗുഡ്സുകൾക്ക് എന്തുണ്ടാവും? ഡിമാൻഡ് കൂടും. മനസ്സിലായില്ലേ? ഇനിയിപ്പോ വരുമാനം കൂടി നമുക്ക് പെട്ടെന്ന് നല്ല സാലറിയുള്ള ജോലിയൊക്കെ കിട്ടുമ്പോഴോ നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ഫുട്പാത്തിലെ ഡ്രസ്സുകൾക്ക് എന്താവും? ഡിമാൻഡ് കുറഞ്ഞ് നമ്മൾ വലിയ വലിയ കടകളിലൊക്കെ പോയിട്ട് ഡ്രസ്സുകൾ വാങ്ങും അല്ലെ. അപ്പോൾ ഇവിടെ ഇൻഫീരിയർ ഗുഡ്സ് പറഞ്ഞാൽ ഇൻകവും ഡിമാൻഡ് നമ്മൾ എപ്പോഴും നെഗറ്റീവ് റിലേഷൻഷിപ്പിലുള്ള ഗുഡ്സിനെയാണ് ഇൻകം ഓഫ് ദ കൺസ്യൂമറിൽ വരുന്ന ഇൻഫീരിയർ ഗുഡ്സ്. ഇനി അടുത്ത ഫാക്ടറാണ്, മൂന്നാമത്തെ ഫാക്ടറിന് ശേഷം വരുന്ന നാലാമത്തെ ഫാക്ടറാണ് ഡിമാൻഡ് എഫക്ട്. നാലാമത്തെ ഫാക്ടറാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമർ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് ഒരു പർട്ടിക്കുലർ സാധനത്തോട് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫ്രൂട്ട്സിൽ ഞാൻ ആപ്പിൾ മാത്രമേ കഴിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആപ്പിൾ മാത്രമല്ലേ വാങ്ങുള്ളൂ. അപ്പൊ ആപ്പിളിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. അപ്പൊ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടറാണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അതുപോലെ ക്ലൈമറ്റ്, ഫാഷൻ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ റെയിനി സീസണിൽ അംബ്രലാസിന് ഡിമാൻഡ് കൂടുതലായിരിക്കും. ഫാഷൻ മാറുമ്പോൾ ആ പർട്ടിക്കുലർ ഡ്രസ്സുകൾക്ക് ഡിമാൻഡ് കൂടും. പോപ്പുലേഷൻ വളരെ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ അവിടെ സാധനങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഡിമാൻഡ് എഫക്ട് ചെയ്യുന്ന ഫാക്ടർ. 4 ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ 2 പോയിന്റ്സ് എഴുതി വെക്കാം കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിമാൻഡ് ഫംഗ്ഷൻ. വാട്ട് ഈസ് ഡിമാൻഡ് ഫംഗ്ഷൻ? ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഡിമാൻഡ്. ഒരു സാധനത്തിന്റെ ഡിമാൻഡും അതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടറും തമ്മിലുള്ള ബന്ധമാണ് ഡിമാൻഡ് ഫംഗ്ഷൻ. പഠിച്ചു വെക്കുക. അപ്പൊ ഏതൊക്കെ ഫാക്ടർ നിങ്ങൾ പഠിച്ചില്ലേ? ഇപ്പൊ പഠിച്ചില്ലേ? ഡിമാൻഡ് എഫക്ട് ചെയ്യുന്ന ഫാക്ടർ എന്തൊക്കെയാ? അതിന്റെ സ്വന്തം പ്രൈസ്, ഇൻകം ഓഫ് ദ കൺസ്യൂമർ, റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. നമുക്ക് ഇങ്ങനെ എഴുതാം. ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ഫാക്ടർ ഓഫ് ഈ പറയുന്ന പഠിച്ച ഫാക്ടറുകൾ. അത് ഷോർട്ട് ആക്കി എഴുതിയതാണ്. പി എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വന്തം വിലയാണ്. വൈ എന്ന് പറയുന്നത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ. P1 എന്ന് പറഞ്ഞാൽ P1 P2 എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ഗുഡ്സിന്റെ പ്രൈസ്. ടി എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് കേട്ടോ. അപ്പൊ ഡിമാൻഡ് ഫംഗ്ഷൻ എല്ലാവരും പഠിച്ചു വെക്കാം. നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡിമാൻഡ് കർവ്. എന്താണ് ഡിമാൻഡ് കർവ്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഡിമാൻഡ് ഫംഗ്ഷനെ നമ്മൾ ഗ്രാഫ് ആയിട്ട് വരയ്ക്കില്ലേ, അതിനെയാണ് ഡിമാൻഡ് കർവ് എന്ന് പറയാം. അതായത് എപ്പോഴും പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് കേട്ടോ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും പ്രൈസ് കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. എക്കണോമിക്സിൽ 2 ഡിമാൻഡ് കർവ് അല്ലെങ്കിൽ എന്ത് കർവ് വരയ്ക്കുകയാണെങ്കിൽ 2 ആക്സിസ് ഉണ്ടാവും, എക്സ് ആക്സിസും വൈ ആക്സിസും. വൈ ആക്സിസിൽ എപ്പോഴും നമ്മൾ പ്രൈസേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഓർത്ത് വയ്ക്കുക, വൈ ആക്സിസിലെ പ്രൈസും എക്സ് ആക്സിസിൽ ഡിമാൻഡും മാർക്ക് ചെയ്യാം.
5 കിലോ വാങ്ങിയിരുന്നു, 20 രൂപയായപ്പോൾ 3 കിലോ വാങ്ങാൻ തുടങ്ങി, 30 രൂപയായപ്പോൾ വീണ്ടും ഞാൻ എന്ത് ചെയ്തു, അളവ് കുറച്ച് 2 കിലോ ആക്കി, 40 രൂപയ്ക്ക് 1 കിലോ വാങ്ങാൻ തുടങ്ങി. കണ്ടോ? അപ്പൊ പ്രൈസ് കൂടിയപ്പോൾ അവിടെ ഡിമാൻഡ് കുറഞ്ഞു അല്ലെ? ഏതൊരു സാധനങ്ങൾക്ക് അങ്ങനെയാണ്, വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. അതാണ് ശരിക്കും ലോ ഓഫ് ഡിമാൻഡ്. നമുക്ക് അടുത്ത ടോപ്പിക് അതാണ് പഠിക്കാനുള്ളത്. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. 10, 20, 30, 40. അപ്പൊ പ്രൈസിൽ നമുക്കറിയാം 10 മുതൽ 40 വരെയാണ്. ഡിമാൻഡിൽ 1 തൊട്ട് 5 വരെ മാർക്ക് ചെയ്യുക. 1, 2, 3, 4, 5. അപ്പൊ ആദ്യം പ്രൈസ് 10 ആയപ്പോൾ ഡിമാൻഡ് 5 അല്ലേ? അപ്പൊ പ്രൈസ് 10 ആയപ്പോൾ ഡിമാൻഡ് 5. നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കണമെന്നില്ല. ഇവിടെ ഒരു പോയിന്റ് പ്ലോട്ട് ചെയ്താലും കുഴപ്പമില്ല. ഇവിടെ ഒരു പോയിന്റ് ഇട്ടിട്ട് ഇങ്ങനെ ലൈൻ വരച്ചാലും ഡിമാൻഡ് കർവ് ആവും. ഇത് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ 20 പ്രൈസ് ആയപ്പോൾ 3 അല്ലേ? അപ്പോൾ 20 നമ്മൾ എന്ത് മാർക്ക് ചെയ്യുന്നു? 3 മാർക്ക് ചെയ്യുന്നു. അതുപോലെ 30 2 മാർക്ക് ചെയ്യാണ്. 30 നമ്മൾ 2 മാർക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് 40 നമ്മൾ എന്ത് ചെയ്യുന്നു? 1 മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ പറയുന്ന പോയിന്റുകളിലെ മക്കളെ, ഈ പറയുന്ന വേർട്ടെക്സുകൾ, ഇത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒരു ലൈൻ വരച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് ഡിമാൻഡ് കർവ്. ഇതാണ് നമ്മുടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇതുപോലെ ഈ ബോക്സ് ഒന്നും വരയ്ക്കണമെന്നില്ല. ഈ പോയിന്റ് ഇട്ടിട്ട് സ്കെയിൽ എടുത്ത് വരച്ചാൽ നിങ്ങൾക്ക് ഡിമാൻഡ് കർവ് കിട്ടും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഡിമാൻഡ് കർവ് വരയ്ക്കുക. അപ്പൊ ഒരു ടേബിളിൽ നിന്ന് ഡിമാൻഡ് കർവ് വരയ്ക്കാൻ പറഞ്ഞാൽ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വരച്ചാൽ മതി. നെക്സ്റ്റ് ടോപ്പിക് ആണ് ലോ ഓഫ് ഡിമാൻഡ്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? യെസ്, ഡിമാൻഡ് നിയമം, ചോദന നിയമം നമ്മൾ പറയും. ഡിമാൻഡ് നിയമം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, പറഞ്ഞു ഓൾറെഡി. ഇറ്റ് ഈസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് അല്ലെ? ഒരു സാധനത്തിന്റെ വിലയും ഡിമാൻഡും തമ്മിലുള്ള ബന്ധം എപ്പോഴും ഇൻവേഴ്സ് ആയിരിക്കും. എന്താ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ? ഇൻവേഴ്സ് മീൻസ് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് മുകളിലോട്ട് പോയാൽ ഒന്ന് എപ്പോഴും താഴോട്ടേ പോകുള്ളൂ. ഒരിക്കലും അവർ ഒരുമിച്ച് നടക്കില്ല, അവരെപ്പോഴും ഓപ്പോസിറ്റ് നടക്കുള്ളൂ. അതാണ് പ്രൈസും ഡിമാൻഡും. ഒരു സാധനത്തിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും അതുപോലെ വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഡിമാൻഡ് നിയമം എന്ന് പറഞ്ഞാൽ അതാണ് മക്കളെ. ഏതൊരു സാധനത്തിന്റെ വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യും. ദാറ്റ് ഈസ് ലോ ഓഫ് ഡിമാൻഡ്. ഇവിടെ മറ്റുള്ള ഘടകങ്ങൾ ഒരിക്കലും കൺസിഡർ ചെയ്യരുത്. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റുള്ള ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതർ തിങ്സ് ബീങ് ഈക്വൽ ആയിരിക്കണം. അതർ തിങ്സ് ബീങ് ഈക്വൽ എന്ന് പറയുന്ന ഈ ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ആപ്പിളിന്റെ വില എത്ര കൂടിയാലും ഞാൻ ആപ്പിൾ തന്നെ വാങ്ങുള്ളൂ. കാരണം എന്തുകൊണ്ടാ? എനിക്ക് ആപ്പിൾ മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പൊ അതാണ് പറയുന്നത്, മറ്റുള്ള ഘടകങ്ങൾ കൺസിഡർ ചെയ്യാതെ നോർമലി ചിന്തിക്കുകയാണെങ്കിൽ ഏതൊരു സാധനത്തിന്റെയും വില കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയും വില കുറയുമ്പോൾ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുക. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് നിങ്ങൾക്ക് ചിലപ്പോൾ മേ ബി എന്ത് ചെയ്യാം? ഡിമാൻഡ് കർവ് വരയ്ക്കാനായിട്ട് ഇതുപോലെ ഇക്വേഷൻ ഒക്കെ തന്നിട്ട് ഡിമാൻഡ് കർവ് വരയ്ക്കാനായിട്ട് ചോദിക്കാം. അപ്പൊ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ പ്രൈസ് ഇട്ട് കൊടുക്കുക. പ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പ്രൈസ് ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ പ്രൈസ് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്വാണ്ടിറ്റി ഡിമാൻഡ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 8 - 2p. അപ്പൊ നിങ്ങൾ പ്രൈസ് 0, 1, 2, 3 എന്നൊക്കെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒരു 4 വരെയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പൊ ഡിമാൻഡ് കാണണമെങ്കിൽ എന്ത് ചെയ്യുക? ഈ പിയുടെ അവിടെ വാല്യൂ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ 8 - 2 ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എത്ര? 0 അല്ലേ ആദ്യം കൊടുത്തേക്കണം. അപ്പൊ 0 കൊടുക്കുക. അപ്പൊ 8ൽ നിന്നും 0 മൈനസ് ചെയ്താൽ നമുക്ക് എന്താണ്? 8. അടുത്ത് 8 - 2 ഇൻറ്റു 1 നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട്? 6. അതുപോലെ 8 - 2 ഇൻറ്റു 2 അപ്പൊ 4 കുറച്ചാൽ നമുക്ക് 4 എന്ന് കിട്ടി. അതുപോലെ 8 - 2 ഇൻറ്റു 3 6 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. അടുത്തത് 8 - 2 ഇൻറ്റു 4 0 കിട്ടി. അപ്പൊ ഇത്രയൊക്കെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് പ്രൈസും ഡിമാൻഡും ആയാലും നമ്മൾ നേരത്തെ വരച്ച പോലെ എക്സ് ആക്സിസും വൈ ആക്സും വരച്ച ഡിമാൻഡ് കർവ് വരയ്ക്കാമല്ലോ. പ്രൈസിൽ നമ്മൾ എന്ത് കൊടുക്കുക? 0, 1, 2 അങ്ങനെ കൊടുക്കുക. ഡിമാൻഡിലാണെങ്കിൽ നമുക്ക് 2, 4, 6 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? ജസ്റ്റ് ഡിമാൻഡ് കർവ് വരച്ചാൽ മതി. ഇനിയിപ്പോ സ്ലോപ്പ് ചോദിക്കുകയാണെങ്കിൽ ഇതിനകത്ത് സ്ലോപ്പ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഈ പിന്റെ കൂടെ നിൽക്കുന്ന നമ്പർ കണ്ടോ? പിന്റെ കൂടെ നിൽക്കുന്ന കോഫിഷ്യന്റ്, പിയുടെ കോഫിഷ്യന്റ് ആയിരിക്കും എപ്പോഴും സ്ലോപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് -2 ആണ് കേട്ടോ. അപ്പൊ -2 ആണ് ഈ ഒരു ഡിമാൻഡ് കർവിന് ചരിവ്. ചരിവ് എന്ന് പറഞ്ഞ് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനിൽ പിയുടെ കൂടെ നിൽക്കുന്ന വാല്യൂ ആണെങ്കിൽ ഇത് നോക്കിയാലും മതി. 8 ആയിരുന്നു ആദ്യത്തെ ഡിമാൻഡ്, പിന്നെ 6 ആയി, പിന്നെ 4 ആയി, പിന്നെ 2 ആയി, 0 2 വെച്ചല്ലേ കുറയുന്നത്. അപ്പൊ അങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, നമ്മളിപ്പോ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഈ ചേഞ്ചസ് ഇൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഇത് 2 രീതിയിലുള്ള ചേഞ്ചസ് സംഭവിക്കാം. ഒന്ന്, മൂവ്മെന്റ് അലോങ് ദ സെയിം ഡിമാൻഡ് കർവ്. ഒരേ ഡിമാൻഡ് കർവിൽ തന്നെ ഡിമാൻഡ് കൂടുകയും കുറയുകയും ചെയ്യാം. ഡിമാൻഡ് കൂടുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. ഡിമാൻഡ് കുറയാണെങ്കിലോ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. പക്ഷേ ഇവിടെ ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ആണ്. ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ വിലയിൽ മാത്രം മാറ്റം സംഭവിച്ചുകൊണ്ട്, ശ്രദ്ധിക്കണം,
ഒരു സാധനത്തിന്റെ വിലയിൽ മാത്രം മാറ്റം സംഭവിച്ചുകൊണ്ട് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് എന്നും ഡിമാൻഡ് കുറയാണെങ്കിലോ കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നും പറയാം. അതിന്റെ ഫിഗർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ. ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. ഓക്കെ അല്ലെ? ഇതിൽ നമുക്കറിയാം 0, ഇത് ക്വാണ്ടിറ്റി ഡിമാൻഡ്, ഇത് പ്രൈസ് ആണ്. ഇതൊരു ഡിമാൻഡ് കർവാണ്. അപ്പൊ ആദ്യം P0 ആയിരുന്നു പ്രൈസ്, പിന്നെ P1 ആയിട്ട് കൂടി. ഓക്കെ അല്ലെ? ഇപ്പൊ ശ്രദ്ധിക്കുക കേട്ടോ. ഇത്ര രൂപയെ പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. ഇത്ര പ്രൈസ് ആയപ്പോൾ ഡിമാൻഡ് എത്രയാ? ഇത്രയും ഡിമാൻഡ് ഉണ്ടായിരുന്നു. വില കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കുറഞ്ഞു അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കൺസിഡർ ചെയ്യാം. രണ്ട് ഫിഗർ വരയ്ക്കാം. ഞാൻ കാണിച്ചു തരാം. സെയിം പോലത്തെ രണ്ട് ഫിഗർ വരയ്ക്കാം. യെസ്, ഇത് ഡിമാൻഡ് കർവാണ്. വേണമെങ്കിൽ P0 P1 എന്ന് കൊടുക്കാം. ഇത് Q0 Q1. അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എക്സ്പാൻഡ് ചെയ്ത എന്ന് പറഞ്ഞാൽ വികസിപ്പിച്ച് എഴുതുക. അപ്പൊ ഡിമാൻഡിൽ ഉണ്ടാകുന്ന വികാസമാണ്. അതായത് ഡിമാൻഡ് കൂടുക. അതായത് ഒരു സാധനത്തിന്റെ വിലയിൽ മാറ്റം ഓൺ ദ ബേസിസ് ഓഫ് പ്രൈസ് ആണ്. ഒരു സാധനത്തിന്റെ വിലയിൽ മാറ്റം സംഭവിച്ചുകൊണ്ട് ഡിമാൻഡ് കൂടുകയാണെങ്കിൽ, ഇപ്പൊ ഇതായിരുന്നു പ്രൈസ് അല്ലെ? ഇതായിരുന്നു പ്രൈസ്. അപ്പൊ ഡിമാൻഡ് ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും വില ഉള്ളപ്പോൾ ഇത്രയും സാധനത്തിന് ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. ഇനി വില കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? വില കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഡിമാൻഡ് കൂടി അല്ലെ? അപ്പോ എ ആയിരുന്നു ആദ്യം, ഇപ്പൊ എന്തായി? ബി ആയി. കണ്ടോ? എയിൽ നിന്ന് ബിയിലേക്കുള്ള മാറ്റം. ആദ്യം പ്രൈസ് ഇത്രയായിരുന്നു, അപ്പൊ ഡിമാൻഡ് എത്രയായിരുന്നു? ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഡിമാൻഡ് കുറവായിരുന്നു. പ്രൈസ് കുറഞ്ഞപ്പോഴോ ഡിമാൻഡ് കൂടി അല്ലെ? അപ്പൊ ഡിമാൻഡിൽ വികാസം ഉണ്ടായി. എയിൽ നിന്ന് ബിയിലേക്കുള്ള മാറ്റം, ദാറ്റ് ഈസ് എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ്. ഇനി നേരെ തിരിച്ച് ആരോ മാർക്ക് ഇടുക. ഇതായിരുന്നു എ, ഇതാണ് ആദ്യം സംഭവിച്ചത്. പിന്നീട് ഇത് സംഭവിച്ചു. അതായത് ഇതായിരുന്നു പ്രൈസ്, അപ്പൊ ഇത്രയും ഡിമാൻഡ് ഉണ്ടായിരുന്നു. വില കൂടിയപ്പോഴോ ഡിമാൻഡ് കുറഞ്ഞു. ഡിമാൻഡിൽ ഉണ്ടാകുന്ന സങ്കോചം, ദാറ്റ് ഈസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. അതായത് ഇതായിരുന്നു എ, ഇതിൽ നിന്ന് ഇങ്ങോട്ടുള്ള മാറ്റം. ആരോ മാർക്ക് ഇങ്ങോട്ട് ഇടാം കേട്ടോ. ദിസ് ഈസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്. ഇത്രയുള്ള മക്കളെ ഒന്നാമത്തെ ചേഞ്ച്. അപ്പോ ഒരേ ഡിമാൻഡ് കർവിൽ രണ്ട് മാറ്റങ്ങൾ സംഭവിക്കാം. താഴോട്ടാണ് ആരോ മാർക്കെങ്കിൽ എക്സ്പാൻഷനും, ഉള്ളിലോട്ടാണെങ്കിൽ മുകളിലോട്ടാണെങ്കിൽ അത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പൊ ഒരു സാധനത്തിന്റെ വിലയിൽ മാറ്റം സംഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വില കുറഞ്ഞപ്പോൾ ഡിമാൻഡ് കൂടാണെങ്കിൽ എക്സ്പാൻഷനും, വില കൂടിയപ്പോൾ ഡിമാൻഡ് കുറയാണെങ്കിൽ ദാറ്റ് ഈസ് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് ആണ്. രണ്ടാമത്തെ ചേഞ്ച് ആണ്. ഇനി ഡിമാൻഡ് ഉണ്ടാകുന്ന രണ്ടാമത്തെ ചേഞ്ചിലോട്ട് നമുക്ക് പോവാം. രണ്ടാമത്തെ ചേഞ്ച് ആണ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്. ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ഫാക്ടേഴ്സ് അതർ ദാൻ പ്രൈസ്. ഒരു സാധനത്തിന്റെ വില ഒഴികെ മറ്റുള്ള ഘടകങ്ങൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ട്, മറ്റുള്ള ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾ പഠിച്ചു അല്ലെ? ഏതൊക്കെ ഡിമാൻഡ് എഫക്ട് ഫാക്ടർ? ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. അതായത് പ്രൈസ് ഒഴികെ, അതായത് അതിന്റെ സ്വന്തം വില ഒഴികെ മറ്റുള്ള ഫാക്ടറുകളില്ലേ, ആ ഫാക്ടേഴ്സിന് മാറ്റം സംഭവിച്ചുകൊണ്ട് ഡിമാൻഡ് കൂടാണെങ്കിൽ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് എന്ന് പറയാം. ഡിമാൻഡ് കുറയാണെങ്കിലോ ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ഇതിന് അപ്വേർഡ് ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ് എന്ന് പറയാറുണ്ട് കേട്ടോ. ഇൻക്രീസ് ഇൻ ഡിമാൻഡിനെ അപ്വേർഡ് ഷിഫ്റ്റ് എന്നോ അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അതേപോലെ ഡിക്രീസ് ഇൻ ഡിമാൻഡിനെ ഡൗൺവേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആ പേരും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. കാരണം ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ പേരുകളാ ചോദിക്കണമെങ്കിലോ. അപ്പൊ അതിന്റെ ഫിഗർ ഞാൻ കാണിച്ചു തരാം. ഇവിടെ വിലയ്ക്ക് മാറ്റം ഇല്ല കേട്ടോ മക്കളെ. അതർ ദാൻ പ്രൈസ് ആണ്. വില ഒഴികെ മറ്റുള്ള ഘടകങ്ങൾക്ക് മാറ്റം സംഭവിക്കുക. അപ്പൊ വിലയിലുണ്ടാകുന്ന ചേഞ്ച് നിങ്ങൾ കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇതാണ് എക്സ് ആക്സിസ്, ഇതാണ് വൈ ആക്സിസ്. നമുക്കറിയാം ഡിമാൻഡ് കർവ് ഇങ്ങനെയല്ലേ നമ്മൾ സാധാരണ വരയ്ക്കുക. അപ്പൊ രണ്ട് ഡിമാൻഡ് കർവ് വരയ്ക്കുക. കണ്ടോ? അപ്പൊ ആദ്യം ഇതായിരുന്നു ഡിമാൻഡ് കർവ്, പിന്നീട് ഇത് സംഭവിച്ചു അല്ലെ? അപ്പൊ വിലയിൽ മാറ്റമില്ല, വില കോൺസ്റ്റന്റ് ആ. അപ്പോ ആദ്യം Q0 ആയിരുന്നു, പിന്നെ Q1 ആയി. അപ്പൊ ആരോ മാർക്ക് ഇങ്ങോട്ട് ഇടുക. ഇതായിരുന്നു ആദ്യത്തെ ഡിമാൻഡ് കർവ്, പിന്നെ D1 ആയിട്ട് കൂടി. ദിസ് ഈസ് ഇൻക്രീസ് ഇൻ ഡിമാൻഡ്. ഡിമാൻഡിൽ ഉണ്ടാകുന്ന വളർച്ച, ഇൻക്രീസ് ആവുക, അല്ലെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ അപ്വേർഡ് ഷിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതേപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യുക? നിങ്ങൾ രണ്ട് ഡിമാൻഡ് കർവ് വരയ്ക്കുക. യെസ്, പക്ഷേ ആദ്യം സംഭവിച്ചത് ഇതായിരുന്നു, പിന്നീടാണ് ഇത് സംഭവിച്ചത്. പ്രൈസിൽ മാറ്റമില്ല. പ്രൈസ് ഇങ്ങനെ നീട്ടി വരയ്ക്കുക. ആരോ മാർക്ക് താഴോട്ടിടാം കേട്ടോ. ദിസ് ഈസ് ഡിക്രീസ് ഇൻ ഡിമാൻഡ്. ആരോ മാർക്ക് താഴോട്ടാണെങ്കിൽ ഡിക്രീസ് ഇൻ ഡിമാൻഡിന്റെ ഡിമാൻഡ് കുറയാണ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഡൗൺവേർഡ് ഷിഫ്റ്റ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പൊ ഇതാണ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ്. ഈ ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ പല കാരണങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓൺവേർഡ്സിൽ എഴുതിയാലും മതി. അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ഇതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഡിമാൻഡ് കർവ് അപ്വേർഡിലേക്കും ലെഫ്റ്റിലേക്കും ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള റീസൺസ് ആണ്. ഇത് ഒരെണ്ണം പഠിച്ചാൽ നമുക്ക് ലെഫ്റ്റ് വേർഡും പഠിക്കാൻ എളുപ്പമാണ്. ഇത് നേരെ ഓപ്പോസിറ്റ് പഠിച്ചാൽ മതി കേട്ടോ. അടുത്ത കേസ് കാണിച്ചു ലെഫ്റ്റ് വേർഡ്. യെസ്, അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ടോപ്പിക് ആണ് മാർക്കറ്റ് ഡിമാൻഡ്. എന്താണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ?
മക്കളെ മാർക്കറ്റിൽ നമുക്കറിയാം പല പ്രൊഡക്റ്റുകളുണ്ട്, പല ഉൽപ്പന്നങ്ങളുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു മാർക്കറ്റിലെ ഏതൊക്കെ ഉൽപ്പന്നങ്ങളുണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും കൂടി ഡിമാൻഡില്ലേ, അത് സം ടോട്ടൽ ചെയ്ത് കിട്ടുന്നതിനെയാണ് മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയാം. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ന് പറയാം, ദ ടോട്ടൽ ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ് ഈസ് കോൾഡ് മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റിലെ മൊത്തം ഡിമാൻഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറയുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ചിലപ്പോൾ ഒരു ടേബിൾ എന്നിട്ട് മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ പറയും. എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഇതൊരു എക്സാമിനൊക്കെ ചോദിക്കുന്നത്, എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്, കാൽക്കുലേറ്റ് ദ മാർക്കറ്റ് ഡിമാൻഡ് ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ളത് വെച്ചുകൊണ്ട് മാർക്കറ്റ് ഡിമാൻഡ് വർക്ക്ഔട്ട് ചെയ്യുക. ഇത് ചോദിക്കാറുണ്ട്. അപ്പൊ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ വെറുതെ കൂട്ടി വെച്ചാൽ മതി. അതായത് പ്രൈസ് കൂട്ടരുത്, ഡിമാൻഡ്. ഇപ്പൊ 10 രൂപയ്ക്ക് ആ മാർക്കറ്റിൽ 3 സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അതായത് 8 കിലോ, 7 കിലോ, 6. അപ്പൊ 3 ഡിമാൻഡ് ഉണ്ട് അല്ലെ. ഈ 3 ഡിമാൻഡ് കൂടി കൂട്ടി വെച്ച് നമുക്ക് എന്ത് കിട്ടും, മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. അപ്പൊ ഇവിടെ 8 + 7 + 6 നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതെടുത്ത് എഴുതാം. അതേപോലെ 6 + 4 10 5 15 അതാണ് അടുത്ത കോളത്തിൽ വരിക. അടുത്തത് 2 3 അറിയാം, 5 5 4 9. അങ്ങനെ ഡിമാൻഡുകൾ ജസ്റ്റ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, യെസ്, മാർക്കറ്റ് ഡിമാൻഡ് കിട്ടും. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡിമാൻഡുകൾ ആഡ് ചെയ്താൽ മതി. അപ്പൊ 3 എണ്ണാണുള്ളൂ, ചിലപ്പോൾ 2 എണ്ണം ഉണ്ടാവുള്ളൂ. അപ്പൊ 2 എണ്ണം കൂട്ടാം, 3 എണ്ണെങ്കിൽ 3 എണ്ണം കൂട്ടാം, 4 എണ്ണെങ്കിൽ 4 എണ്ണം കൂട്ടാം. പ്രൈസ് ഒരിക്കലും എടുക്കരുത് കേട്ടോ, പ്രൈസിന് മാത്രം നിർത്തിയിട്ട് വേണം ഡിമാൻഡ് കൂട്ടാനായിട്ട്. ഇതാണ് മാർക്കറ്റ് ഡിമാൻഡ്. നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ ചെയ്യാൻ പറഞ്ഞാലോ. ഒരു എക്സാമ്പിൾ, ഇപ്പൊ 2 പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് QD1 ഉം QD2. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം മാർക്കറ്റിലെ മൊത്തം ഡിമാൻഡ് ആണ് അല്ലെ മാർക്കറ്റ് ഡിമാൻഡ്. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് നമുക്ക് എങ്ങനെ കാണാം, യെസ്, മൊത്തം ഡിമാൻഡുകൾ ആഡ് ചെയ്യാം. അതായത് QD1 + QD2, അതായത് 10 - 2P + 20 - P. അപ്പൊ നമുക്ക് നമ്പറുകൾ മാത്രം പരസ്പരം ആഡ് ചെയ്യാം. ഇപ്പൊ ഇത് 2 നമ്പറാണ്. അപ്പൊ 20 + 10 എത്രയാ, 30. -2P + -P - 3P. ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഡിമാൻഡ് ഫംഗ്ഷൻ. ഒന്നും ചെയ്യാനില്ല, ഏതൊക്കെ പ്രൊഡക്റ്റുകളുടെ ഡിമാൻഡ് ഫംഗ്ഷൻ ആണോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അത് എന്ത് ചെയ്യുക, ജസ്റ്റ് പരസ്പരം ആഡ് ചെയ്താൽ മതി. ഇപ്പൊ 3 എണ്ണം ഉണ്ടെങ്കിൽ 3 കൂടി ആഡ് ചെയ്യുക. 2 എണ്ണേ ഉള്ളൂ, 10 - 2P യും 20 - P. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക, നമ്പറുകൾ കൂട്ടാദ്യം, പിന്നെ P ഉള്ള സംഭവങ്ങൾ സെപ്പറേറ്റ് കൂട്ടാം കേട്ടോ. നമുക്ക് ആൻസർ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടും. ഇതേപോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ, എല്ലാം കൂടി ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് 3 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ മാർക്കറ്റ് ഡിമാൻഡ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, 3 കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. മക്കളെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ചിലപ്പോൾ നമുക്ക് 2 മാർക്കിനൊക്കെ തിയറി ചോദിക്കാം. വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്റ്റിന്റെ വിലയിൽ മാറ്റം സംഭവിക്കുമ്പോൾ ഒരു കൺസ്യൂമർ, ഒരു ഉപഭോക്താവ് എത്രത്തോളമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, പ്രതികരിക്കുന്നത്, അതിന്റെ ഡിഗ്രീനെ, അതിന്റെ അളവിനെയാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. അപ്പൊ വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇറ്റ് മെഷേഴ്സ് ദ degree of responsiveness of demand for a good to change in its price. ഒരു സാധനത്തിന്റെ വിലയിൽ മാറ്റം സംഭവിക്കുമ്പോൾ ഡിമാൻഡിൽ ഉണ്ടാകുന്ന ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ്, പ്രത്യേകം അത് പറയാൻ കേട്ടോ, ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് പ്രത്യേകം പറഞ്ഞാലേ അതിന് ആൻസർ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് കിട്ടൂല. അപ്പൊ ഇറ്റ് മെഷേഴ്സ് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസിവ്നെസ് ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഒരു സാധനത്തിന്റെ വിലയിൽ മാറ്റം വരുമ്പോൾ കൺസ്യൂമർ എങ്ങനെയാണ് അത് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത്, അതിന്റെ അളവിനെയാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയാം. അത് കാണാൻ പല പല മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് ആദ്യം ഫസ്റ്റ് മെത്തേഡിലോട്ട് പോവാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയ മെത്തേഡാണ്. ഫസ്റ്റ് മെത്തേഡ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് ആണ്. 2 ഇക്വേഷൻ ഉണ്ട്, പെർസെന്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഡിവൈഡ് ബൈ പെർസെന്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അല്ലെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് മക്കളെ. ഇത് വെച്ച് പ്രോബ്ലം ചോദിക്കും. P0/Q0 into delta Q/delta P. ഇവിടെ P0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പ്രൈസ്, ഒരു സാധനത്തിന്റെ ആദ്യത്തെ വില, സ്റ്റാർട്ടിങ്ങിലെ വിലയാണ് P0. Q0 എന്ന് പറഞ്ഞാലോ ഇനീഷ്യൽ ക്വാണ്ടിറ്റി, അതായത് സ്റ്റാർട്ടിങ്ങിലെ വിലയിൽ നമ്മൾ എത്ര അളവിൽ സാധനം വാങ്ങി. ഇനി ഡെൽറ്റ P എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രൈസ്, വിലയിലുണ്ടായ മാറ്റം, ചേഞ്ച് ഇൻ പ്രൈസ്, വിലയിലുണ്ടായ. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എക്കണോമിക്സിൽ എന്താ അർത്ഥം? ചേഞ്ച് എന്നാണ് അർത്ഥം കേട്ടോ, മാറ്റം എന്നാണ് അർത്ഥം. ഡെൽറ്റ Q എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, അളവിലുണ്ടായ മാറ്റം. ഓക്കെ, ഈ ഓരോ ലെറ്റേഴ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടെ P0 ആണെങ്കിൽ ഇവിടെ ഡെൽറ്റ Q ആണ് കേട്ടോ, അല്ലെങ്കിൽ ഡെൽറ്റ P ഇട്ട് കൊടുക്കരുത്, അത് ചിലപ്പോൾ തെറ്റിപ്പോവാം. P0/Q0 into delta Q/delta P കേട്ടോ. അത് ഇക്വേഷൻ നന്നായിട്ട് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിനൊരു പ്രോബ്ലം ഞാൻ കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. പ്രോബ്ലം ഇതാണ്,
when the price of orange was ₹20. ഒരു ഓറഞ്ചിന്റെ കണ്ടോ, ഓറഞ്ചിന്റെ വില 20 രൂപയായിരുന്നപ്പോൾ അതിന്റെ ഡിമാൻഡ് 15 കിലോഗ്രാം ആയിരുന്നു. അതായത് ഓറഞ്ചിന്റെ വില 20 രൂപയായപ്പോൾ നമ്മൾ ഒരു 15 കിലോ ഓറഞ്ച് മേടിച്ചു എന്നാണ് അർത്ഥം. അതേപോലെ when the price increased to ₹30, ഓറഞ്ചിന്റെ വില 20 രൂപയിൽ നിന്നും 30 രൂപയായപ്പോൾ അതിന്റെ ഡിമാൻഡ് എത്ര കിലോഗ്രാം ആയി? 10 കിലോഗ്രാം ആയി. എങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ നിങ്ങൾ ഓർക്കണം. ഏതാണ് ഇക്വേഷൻ? നമ്മൾ പറഞ്ഞിവിടെ P0 by Q0 into delta Q divided by delta P. P0 എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പ്രൈസ് ആണ്, അതിന്റെ ആദ്യത്തെ വില. അപ്പൊ ഓറഞ്ചിന്റെ ആദ്യത്തെ വില എത്രയായിരുന്നു? ഓറഞ്ചിന്റെ വില 20 രൂപയായിരുന്നു അല്ലെ? അപ്പൊ 20. അപ്പൊ Q0 എന്ന് പറഞ്ഞാലോ, Q0 എന്ന് പറഞ്ഞാലോ ആദ്യത്തെ ക്വാണ്ടിറ്റി. അപ്പൊ 20 രൂപയായിരുന്നപ്പോൾ നമ്മൾ 15 കിലോഗ്രാം അല്ലേ ഓറഞ്ച് വാങ്ങിയത്? അപ്പൊ Q0 എത്രയാ? 15. അടുത്തത് when the price increased to ₹30 ആണ്, വില കൂടി 30 രൂപയായപ്പോൾ അപ്പൊ ഡെൽറ്റ പി എത്ര വരിക? പ്രൈസിലുണ്ടായ മാറ്റം എത്രയാ? ആദ്യം 20 രൂപയായിരുന്നു അല്ലെ? ഇപ്പൊ വില കൂടിയിട്ട് എത്രയായി? 30 ആയി. അപ്പൊ വിലയിലുണ്ടായ മാറ്റം 30 മൈനസ് 20, 10 രൂപയുടെ മാറ്റം ഉണ്ടായി. അതാണ് എഴുതേണ്ടത്, ചേഞ്ച് ആണ് എഴുതേണ്ടത്. അപ്പൊ ഡിമാൻഡിലോ ഇറ്റ്സ് ഡിമാൻഡ് വാസ് 10 kg. അപ്പൊ ഡെൽറ്റ ക്യൂഒ ആദ്യം 15 കിലോഗ്രാം ഓറഞ്ച് വാങ്ങിയ സ്ഥലത്ത് ഇപ്പൊ വില കൂടിയപ്പോഴോ നമ്മൾ 10 കിലോഗ്രാം ഓറഞ്ചിലോട്ട് എത്തിയില്ലേ? അപ്പൊ മാറ്റം എത്രയാ? 10ൽ നിന്നും 15 കുറയ്ക്കുക. അപ്പൊ 10 മൈനസ് 15 ഈസ് ഈക്വൽ ടു -5. ഇനി ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. P0 by Q0. P0 എത്ര ഇവിടെ? 20 ആണ്. ബൈ Q0 15 ആണ്. ഇൻറ്റു ഡെൽറ്റ ക്യൂ. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞാൽ -5 ആണ്. ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ 2 10. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. 100 ഡിവൈഡ് ബൈ 150 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് കാൽക്കുലേറ്ററിൽ ഇപ്പൊ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തത്? ഡയറക്റ്റ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്തത്. നമുക്ക് ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 100 divided by 150 ചെയ്യുക. ആൻസർ ഈസ് 0.67 എന്നാണ് ആൻസർ കിട്ടുക. അവിടെ -0.67. ഇതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പലതവണ ചോദിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ വെച്ചാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. ഇതിന്റെ ഓരോ ടേമും എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്ന ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു തരാം. ഒരു ക്വസ്റ്റ്യൻ കൂടി കാണിച്ചു സാറേ. യെസ്, ക്വസ്റ്റ്യൻ ഇതാണ്. when the price of a good is ₹50. കണ്ടോ, ഒരു സാധനത്തിന്റെ വില 50 രൂപയായപ്പോൾ അതിന്റെ ഡിമാൻഡ് 40 കിലോഗ്രാം ആയിരുന്നു. വില എന്ത് ചെയ്തു? 40 രൂപയിലേക്ക് മാറിയപ്പോൾ when the price changes to ₹40. കണ്ടോ, 50 രൂപയായിരുന്നു ആദ്യത്തെ സാധനത്തിന്റെ വില. ഇപ്പൊ 40 രൂപയായപ്പോഴോ ഡിമാൻഡ് 60 kg ആയിട്ട് കൂടി. എങ്കിൽ ലാസ്റ്റ് ഡിമാൻഡ് കാണുക. ഇതേപോലെ തന്നെ ഇക്വേഷൻ അപ്ലൈ നമുക്ക് ഡയറക്ട്ലി പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, രണ്ടാമത്തെ മെത്തഡാണ് ഇലാസ്റ്റിസിറ്റി വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള രണ്ടാമത്തെ മെത്തഡാണ് ഇലാസ്റ്റിസിറ്റി അലോങ് എ ലീനിയർ ഡിമാൻഡ് കർവ്. ലീനിയർ ഡിമാൻഡ് കർവിൽ എങ്ങനെ ഇലാസ്റ്റിസിറ്റി വർക്ക്ഔട്ട് ചെയ്യാം? അത് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. BP മൈനസ് BP ബൈ Q എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ B എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. നമുക്കറിയാം, ഒരു ഇക്വേഷൻ കിട്ടിയാൽ സ്ലോപ്പ് വർക്ക്ഔട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. എന്താണ്? പിയുടെ കൂടെ നിൽക്കുന്ന നമ്പറിനെ നിങ്ങൾ എന്തെടുത്താൽ മതി? സ്ലോപ്പ് ആയിട്ട് എടുത്താൽ മതി. നേരത്തെ നമ്മൾ കാണിച്ചു തന്നു. ഇപ്പൊ 10 മൈനസ് 2P എന്ന് പറഞ്ഞപ്പോ പിയുടെ കൂടെ നിൽക്കുന്ന നമ്പർ -2 അല്ലേ? അപ്പൊ -2 ആയിരുന്നു സ്ലോപ്പ് അല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് നമ്മളോട് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വർക്ക്ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഓരോ ലെറ്റേഴ്സും എടുത്ത് പെറുക്കിയെടുത്ത് എഴുതാം. അപ്പൊ ഇവിടെ ഏതൊക്കെയാ? B നമുക്ക് അറിയണം, അതുപോലെ P അറിയണം, Q അറിയണം. നമുക്കൊരു പ്രോബ്ലം കാണിച്ചു തരാം. ഓക്കെ, പ്രോബ്ലം കാണിച്ചോളൂ. യെസ്, ഇതാണ് പ്രോബ്ലം. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കാണുന്ന ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. -BP ബൈ Q അല്ലെ? ഇവിടെ B എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ ഈ Pന്റെ കൂടെ നിൽക്കുന്ന നമ്പർ ആണ് സ്ലോപ്പ്. അപ്പൊ നമുക്ക് എത്രയാണ് വന്നേക്കണേ? -2. അപ്പൊ അത് +2 ആയിട്ട് മാറും അല്ലെ? കാരണം -B അല്ലേ? അപ്പൊ ഇത് ഓൾറെഡി മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് +2 ആയിട്ട് മാറും. ഇനി P പ്രൈസ് ക്വസ്റ്റ്യൻ വ്യക്തമായി പറയുന്നുണ്ട്. ഫൈൻഡ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വെൻ പ്രൈസ് ഈസ് ₹2. ഒരു സാധനത്തിന്റെ വില 2 രൂപയാകുമ്പോൾ അതിന് ഇലാസ്റ്റിസിറ്റി എത്ര എന്നല്ലേ ചോദിച്ചേക്കണേ? അപ്പൊ പ്രൈസ് 2 രൂപ. അപ്പൊ Q കാണാനോ? Q കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Q is equal to 10 minus 2P അല്ലേ? അപ്പൊ 10 minus 2P that is 10 minus 2 into P 2 അല്ലേ? P 2 കൊടുക്കുക. അപ്പൊ 10 minus 4 that is 6 എന്ന് കിട്ടി. ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. അപ്പോ -B നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 2 എന്ന് കിട്ടി. P നമുക്ക് അറിയാം 2 ആണെന്നറിയാം. Q നമുക്ക് 6 ആണെന്നറിയാം. that is 4/6. ഇതാണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വളരെ സിമ്പിൾ ആണ്. ഇതിൽ ഓരോ ലെറ്റേഴ്സും പെറുക്കിയെടുത്ത് എഴുതാം. വെറുതെ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും?
ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കിട്ടും. ഇതേപോലെ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കൂടി കാണിച്ചു തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാവരും നോട്ട്ബുക്കിൽ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -3 ആണ് കേട്ടോ. പിയുടെ കൂടുന്ന നമ്പർ -3 അല്ലേ. അപ്പൊ സ്ലോപ്പ് എത്രയാണ്? -3 ആണ്. പ്രൈസ് 2 രൂപ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പിക്ക് 2 കൊടുക്കുക. പിയുടെ അവിടെ വാല്യൂ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? Q കിട്ടും. ഈ ഇക്വേഷനിൽ പിയുടെ അവിടെ 2 ഇട്ട് കൊടുക്കുക. 3 × 2 6 ആണ്. 15 × 6 കുറച്ച് 9 എന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടാം? Q കിട്ടാം. ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് നോക്കാം. അടുത്ത മെത്തേഡാണ് ഇലാസ്റ്റിസിറ്റി കാണാനുള്ള മൂന്നാമത്തെ മെത്തേഡാണ് ജോമെട്രിക് മെത്തേഡ്. ജോമെട്രിക് മെത്തേഡ് പ്രകാരം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കാണാനായിട്ട് ലോവർ സെഗ്മെന്റ് ബൈ അപ്പർ സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ആക്ച്വലി പഠിക്കാനായിട്ടുള്ളത്. ലോവർ സെഗ്മെന്റ് ഡിവൈഡ് ബൈ അപ്പർ സെഗ്മെന്റ്. അതുകൂടാതെ ഒരു ഫിഗർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിനകത്ത് ഒരു ഫിഗർ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു ഡിമാൻഡ് കർവ് തരാണ്. ഇതിൽ ഓരോ പോയിന്റിലെയും ഇലാസ്റ്റിസിറ്റി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ സെന്ററിലെ ഇലാസ്റ്റിക് ഡിമാൻഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ ഇലാസ്റ്റിക് ഡിമാൻഡ് ഇസ് ഈക്വൽ ടു എന്താണ്? ഇൻഫിനിറ്റീവ് ആണ്. ഇവിടെ ED is equal to 0 ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഇതിന്റെ ഇടയിൽ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1. ഇവിടെയാണെങ്കിൽ ലെസ് ദാൻ 1. ഇതും ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ ഇങ്ങനെ ഒരു ഡിമാൻഡ് കർവ് വന്നിട്ട് ഇതുപോലെ പോയിന്റ് തരും. എന്നിട്ട് ആ പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി നിങ്ങളോട് എഴുതാൻ പറയും. അപ്പൊ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഇവിടെയും ഇവിടെ ഇൻഫിനിറ്റീവ് ആണ്, ഇവിടെ 0 ആണ്. കറക്റ്റ് ഒത്ത നടുക്ക് ED is equal to 1 ആണ്. ഇവിടെ ഒന്നിനേക്കാൾ കൂടുതൽ, ഒന്നിനേക്കാൾ ഒന്ന് ഇവിടെ വരികയാണെങ്കിൽ ഇത് കുറഞ്ഞ് 0 ആണെങ്കിൽ ഒന്നിനേക്കാൾ താഴെ പോണ്ടത്. അത് ഓർത്ത് വെച്ചാൽ മതി. ഇത് ഇൻഫിനിറ്റീവ് ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക. അതുകൂടാതെ നിങ്ങൾക്ക് ചിലപ്പോൾ ലോവർ സെഗ്മെന്റ് വെച്ച് ഈ ഒരു ഇക്വേഷൻ വെച്ച് ചിലപ്പോൾ ചെയ്യാൻ ചോദിക്കും. ഇപ്പൊ AB എന്ന് കൊടുത്തു. എന്നിട്ട് C എന്ന് പറയുന്ന പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി കാണാൻ പറഞ്ഞാൽ C എന്ന് പറയുന്ന പോയിന്റ് ഇലാസ്റ്റിസിറ്റി ഇങ്ങനെ കാണാം. ലോവർ സെഗ്മെന്റ് അടിയിലോട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ CB അല്ലേ. അപ്പൊ CB ബൈ അപ്പർ സെഗ്മെന്റ് CA. അപ്പൊ CB ബൈ CA എന്നിട്ട് കൊടുത്താൽ മതി. ഫുൾ മാർക്ക് കിട്ടും. ലോവർ സെഗ്മെന്റ് ബൈ അപ്പർ സെഗ്മെന്റ് ആണ്. അപ്പൊ അടിയിലോട്ടുള്ള ഭാഗം ഡിവൈഡ് ബൈ മുകളിലോട്ടുള്ള ഭാഗം. ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ അവിടെ 3 മെത്തേഡ് കഴിഞ്ഞു. 4ാമത്തെ മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. അപ്പൊ ഇലാസ്റ്റിസിറ്റി കാണാനായിട്ടുള്ള ലാസ്റ്റ് മെത്തേഡാണ് എക്സ്പെൻഡിച്ചർ മെത്തേഡ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതിലൊരു 3 സ്റ്റേറ്റ്മെന്റ് ആണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. 3 സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് when any change in price does not affect the expenditure. അതായത് ഒരു സാധനത്തിന്റെ വിലയിൽ എന്ത് മാറ്റം സംഭവിച്ചാലും നമ്മുടെ ചെലവിന് മാറ്റില്ലെങ്കിൽ അവിടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് 1 ആയിരിക്കും. നോക്കി, ഒരു സാധനം 10 രൂപയായപ്പോഴോ നമ്മൾ 6 കിലോ മേടിച്ചു. അപ്പൊ നമുക്ക് 60 രൂപ ചെലവായി. ആ സാധനത്തിന് 20 രൂപയായപ്പോഴോ അപ്പൊ നമ്മൾ 3 കിലോ വാങ്ങിയുള്ളൂ. അപ്പോഴും നമുക്ക് 60 രൂപയിൽ ചെലവായത്. അപ്പൊ പ്രൈസിന് മാറ്റം സംഭവിച്ചു. പ്രൈസ് 10 എന്നുള്ളത് 20 ആയി. പക്ഷെ എക്സ്പെൻഡിച്ചർ സെയിം ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഇഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രൈസ് മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് പ്രൈസ് കൂടുന്നു, എക്സ്പെൻഡിച്ചർ കുറയുന്നു, അല്ലെങ്കിൽ പ്രൈസ് കുറയുന്നു, എക്സ്പെൻഡിച്ചർ കൂടുന്നു. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് എന്തായിരിക്കും? 1നേക്കാൾ കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പൊ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റോ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആൻഡ് പ്രൈസ് മൂവ്സ് ഇൻ ദ സെയിം ഡയറക്ഷൻ. അതായത് എക്സ്പെൻഡിച്ചറും പ്രൈസും മൂവ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണ്. ഒരേ ഡയറക്ഷൻ പറഞ്ഞ അർത്ഥം പ്രൈസ് കൂടുന്നു, എക്സ്പെൻഡിച്ചറും കൂടുന്നു, പ്രൈസ് കുറയുന്നു, എക്സ്പെൻഡിച്ചറും കുറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ലെസ് ദാൻ 1 ആയിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ജസ്റ്റ് പ്ലെയിൻ ആക്കി സർ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് കേട്ടോ. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ ഒരു ടോപ്പിക്കും കൂടി നമുക്ക് എന്തുണ്ട് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുണ്ട്. 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതിനകത്തൊരു 5 ഗ്രാഫും 5 എക്സ്പ്ലനേഷനും ആണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആ 5 ഡിഗ്രീസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. 2 പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. 3 യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ്. 4 ഇലാസ്റ്റിക് ഡിമാൻഡ്. 5ാമത്താണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതാണ് 5 ഡിഗ്രീസ്. ചിലപ്പോൾ എക്സാമിന് 5 മാർക്കിനോ 8 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ വാട്ട് ആർ ദ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ 5 ഡിഗ്രീസ് ഓഫ്
ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ചോദിക്കുകയാണെങ്കിൽ എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് എഴുതാം. എന്താ ഇലാസ്റ്റിസിറ്റി? ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് അല്ലെ. അതിൽ 5 എണ്ണം വരുന്നുണ്ട്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ ED = എന്തായിരിക്കും? ഇൻഫിനിറ്റീവ് ആയിരിക്കും. ജസ്റ്റ് ഒന്ന് അതിന് ഫിഗർ വരയ്ക്കുക. ഫിഗർ ഒന്നുമില്ല, ജസ്റ്റ് എക്സ് ആക്സിസ് y ആക്സിസ് വരയ്ക്കുക. അത് ഇങ്ങനെ അങ്ങോട്ട് വരച്ചാൽ മതി. ഡിമാൻഡ് കർവ് ഇടാം. ED = ഇൻഫിനിറ്റീവ്. അടുത്ത പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ആണെങ്കിലോ ED = 0 ആണ്. ഇത് പ്രൈസ് കൂടിയാലും കുറഞ്ഞാലും ദർ ഈസ് നോ ചേഞ്ച് ഇൻ ഡിമാൻഡ്. ഡിമാൻഡ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഡിമാൻഡ് കർവ് എന്ന് കൊടുക്കുക. ഇത് y ആക്സിസ്, ഇത് x ആക്സിസ്. അടുത്ത യൂണിറ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ED = 1 ആണ്. അവിടെ പ്രൈസിന് എന്ത് മാറ്റമാണോ സംഭവിക്കുന്നത്, എക്സ് ആക്സിസ് y ആക്സിസ് വരയ്ക്കുക. അതിങ്ങനെ ഒരു റെക്ടാംഗുലർ ഹൈപ്പർബോളയിൽ ഡിമാൻഡ് കർവ് വരച്ചാൽ മതി കേട്ടോ. പ്രൈസിൽ എന്ത് മാറ്റം സംഭവിച്ചാലും ഡിമാൻഡിൽ അതേ ചേഞ്ച് ഉണ്ടാവുക. ഈ ഷേപ്പിന് റെക്ടാംഗുലർ ഹൈപ്പർബോള എന്നാണ് പറയുക. ഈ ഷേപ്പിൽ നമുക്ക് വേറൊരു കർവും കൂടി പഠിക്കാണ്ട് മൂന്നാമത്തെ ചാപ്റ്ററിൽ AFC കർവ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന കർവ് റെക്ടാംഗുലർ, ഈ ഒരു ഷേപ്പിൽ റെക്ടാംഗുലർ ഹൈപ്പർബോള എന്നാണ് ഈ ഷേപ്പിനെ പറയാ കേട്ടോ. റെക്ടാംഗുലർ ഹൈപ്പർബോള. അടുത്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. അവിടെ ED > 1 ആണ്, ഒന്നിനേക്കാൾ കൂടുതലാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഡിമാൻഡിൽ കൂടുതൽ മാറ്റം കാണിക്കുക. അതായത് ഈ ഗ്യാപ്പ് കുറച്ച് കൂട്ടുക, ഈ ഗ്യാപ്പ് കൂട്ടുക, പ്രൈസ് കുറച്ച് ചേഞ്ച് വരുത്തിയാൽ മതി. ഡിമാൻഡ് കർവ് ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. യെസ്. അടുത്ത ED < 1 ആണ്. അവിടെ നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യാന്നറിയോ? യെസ്, പ്രൈസിൽ കൂടുതൽ മാറ്റവും ഡിമാൻഡിൽ കുറച്ച് മാറ്റം കാണിക്കുക. യെസ്, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡിമാൻഡ് കർവ് ഇങ്ങനെ നീട്ടി വരച്ചാൽ ഇതാണ് നമ്മുടെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ ഈ 5 എണ്ണം ജസ്റ്റ് ഒന്ന് എഴുതാ. ആദ്യം ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് ഓരോന്ന് ഹെഡിങ് തിരിച്ചിട്ട് ഇങ്ങനെ 5 എണ്ണം എഴുതിയിട്ട് ഹെഡിങ് തിരിച്ചിട്ട് ഫിഗർ അടക്കം ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഫിഗർ വരയ്ക്കുക കേട്ടോ. ഈ 5 എണ്ണം ഇങ്ങനെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിനകത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എഫക്ട് ചെയ്യുന്ന ഫാക്ടറുകൾ ഏതൊക്കെയാണെന്ന് ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ട്. അതിന്റെ നേച്ചർ ഓഫ് ബിസിനസ് നമുക്ക് പറയാം. പ്രൈസ് ഓഫ് ഗുഡ്, പോപ്പുലേഷൻ, ക്ലൈമറ്റ്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് എഴുതാം. ഇത്രയാണ് നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് സെക്കൻഡ് ചാപ്റ്റർ. ഉറപ്പായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവും കേട്ടോ.